ഒരു കാര്യം നിശ്ചയമാണ്, തീർച്ചയാണ്, ജൂൺ 1 ശേഷം നമ്മൾ പരിശോധിക്കാത്ത വാഹനങ്ങൾ, അതായത് ചെക്ക് ഡോക്കെ സ്റ്റിക്കറില്ലാത്ത ഒരു വാഹനവും നിരത്തിലിറക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ഈ പരിപാടിയുമായിട്ട് സഹകരിക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂൾ ബസ്സുകൾ ടെസ്റ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയറിൻ്റെ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതെന്നുള്ളത് ബഹുമാനപ്പെട്ട MV മുഹമ്മദ് റഫീഖ് സാർ പറയുന്നതെന്ന് കേട്ട് നോക്കേ. അപകടരഹിതമായ ഒരു അധ്യയന വർഷം എന്ന ലക്ഷ്യം മുൻനിർത്തി മോട്ടോർ വാഹന വകുപ്പ് എല്ലാ പൊതു അധ്യയന വർഷ ആരംഭങ്ങളിൽ എന്ന പോലെ ഈ വർഷവും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണാർക്കാട് താലൂക്കിൽ നമ്മൾ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിക്കാൻ പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഗണനീയമായ തരത്തിൽ സ്കൂൾ വാഹന അപകടങ്ങളൊന്നും നമ്മുടെ താലൂക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, സ്കൂൾ അധികാരികളും സ്കൂൾ വാഹനത്തിൻ്റെ ഡ്രൈവർമാർ, ആയമാർ എല്ലാവരുടെയും നിതാന്ത ജാഗ്രത മൂലമാണ് അത്തരം അപകടങ്ങളെ കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഈ അവസരത്തിൽ ഞാൻ അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം പുതിയ വർഷത്തിലും അത്തരം ജാഗ്രത കാണിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ തിങ്കളാഴ്ച മുതൽ, അതായത് മെയ് 18 മുതൽ 22 വരെയാണ് സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. ഈ പരിശോധനയിൽ ഈ മാസം, അതായത് മെയ് മാസം ഫിറ്റ്നസ് ടെസ്റ്റ് എടുത്ത വാഹനങ്ങൾ ഹാജരാക്കേണ്ടതില്ല. ഈ 5 ദിവസത്തെ പരിശോധനകൾക്ക് ശേഷം 6-ാം ദിവസം, അതായത് മെയ് 23-ന് നമ്മൾ ദാറുൻ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും അതുമായി ബന്ധപ്പെട്ട സ്കൂളിലെ മറ്റ് ടീച്ചർമാർക്കും ഒരുമിച്ചൊരു റോഡ് സുരക്ഷാ പരിശീലനം നടത്തുന്നുണ്ട്. ആ ശില്പശാലയിൽ എല്ലാവരും പങ്കെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നമ്മൾ സാധാരണ ഫിറ്റ്നസ് നടത്തുന്ന ഗ്രൗണ്ടിൽ, അതായത് തത്തേകലം ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. അത് 12 മണി വരെ ഹാജരാക്കുന്ന, ഉച്ചയ്ക്ക് 12 മണി വരെ ഹാജരാക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ പരിശോധിക്കുക.